ഫ്രണ്ട്സ് നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഹരണി മേഡത്തിനെയും അതുപോലെ തന്നെ ചാരങ്ങാട്ട് മഹാദേവനെയും വക്കീലിനെയാണ് കേട്ടോ. അപ്പൊ ഇവര് 3 പേരൂടെ നിൽക്കുകയാണ്. അപ്പൊ ഹരണി മേഡത്തിനെ വിളിച്ചതനുസരിച്ചാണ് വന്നത്. മേഡത്തിന് ഒരു സഹായം മഹാദേവൻ സാറിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വക്കീല്. അയ്യോ, മുഖ്യമന്ത്രിയെ പോലും വരച്ച വരയിൽ നിർത്തുകയും ഈ രാഷ്ട്രീയ കേരളത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ചാരങ്ങാട്ട് മഹാദേവൻ എന്ന രാഷ്ട്രീയ പ്രമുഖന് ഈ എന്റെ ഒരു സഹായം ആവശ്യമുണ്ടെന്നോ? വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. സാർ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. വലിയ വലിയ കളക്ഷൻസ് ഒക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്. പക്ഷേ മേഡം ഇപ്പൊ എന്നെ സഹായിച്ചാൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവാൻ പോകുന്നത് മേഡത്തിന് തന്നെ ആയിരിക്കും. അതെ, മേഡം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. എന്നിൽ നിന്ന് എന്ത് സഹായമാ പ്രതീക്ഷിക്കുന്നത്? അതെ മേഡം, ചെറിയൊരു സഹായം, അതുകൊണ്ട് ആ സഹായം മാത്രം മേഡം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മേഡം പറയാണ്, അതെ ശരിക്കും ഒരു ചെറിയൊരു സഹായമായിരുന്നു എങ്കിൽ ഒരിക്കലും ചാരങ്ങാട്ട് മഹാദേവൻ എന്ന രാഷ്ട്രീയ പ്രമുഖൻ എന്നെ കാണാൻ വരുമായിരുന്നില്ലല്ലോ. എടാ വക്കീലെ, കേട്ടോ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതാടോ എന്ന് പറഞ്ഞു. മേഡത്തിന്റെ ആ ഒരു എന്താ പറയാ കണക്ക് കൂട്ടൽ തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. വക്കീല് വെറുതെ ചെറുത് എന്ന് പറഞ്ഞത് ഒരാലങ്കാരികമായിട്ട് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ചെറുത് എന്ന് പറഞ്ഞത് അത്ര ചെറുതൊന്നും അല്ല മേഡം എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പോഴും എന്താ കാര്യമെന്ന് പറഞ്ഞില്ല പറയാൻ. പിന്നെ ഈ ചുറ്റി വളയ്ക്കുന്നില്ല, എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. എന്റെ ആവശ്യം എന്താണെന്നും എങ്ങനെയെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് മാറ്ററിലേക്ക് പറഞ്ഞേക്കാം. പിന്നെ ആ ഗൗരി ഉണ്ടല്ലോ, എന്റെ മരുമകള്, അവളെ എങ്ങനെയെങ്കിലും എത്രയും വേഗം മേഡം തന്നെ കണ്ടുപിടിക്കണം. അതിനെന്താ, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ മേഡം. ആ ഒരു അന്വേഷണം അതങ്ങ് വിട്ടേരും മേഡം ഞാൻ പറയുന്ന ആദ്യം കേൾക്ക്. ഗൗരി എവിടെയുണ്ടെന്ന് മേഡം ഒന്ന് പേഴ്സണലായിട്ട് കണ്ടെത്തണം. പിന്നെ കണ്ടെത്തിയാൽ മാത്രം മതി കേട്ടോ. ഗൗരിയുടെ അവിടുന്ന് രക്ഷിക്കൊന്നും വേണ്ട മേഡം. രക്ഷിക്കേണ്ടെന്നോ? പിന്നെ എന്താ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചോ. ഗൗരി രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാ അവളെ കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചു. അത് ന്യായമായിട്ടൊരു ചോദ്യമാ. പക്ഷേ മേഡം ഇത് മാത്രം ചെയ്താൽ മതി. ഗൗരി എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യം അപ്പ തന്നെ എന്നെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. മേഡം ശരിക്കും എന്നെ ഫോൺ ചെയ്ത് കഴിയുമ്പോ പിന്നീട് ഗൗരിയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. മേഡം അതുപോലെ അങ്ങ് ചെയ്തു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ മേഡം എന്താ ഈ കാര്യം ഏറ്റെടുക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചേരം ഒന്നും മിണ്ടിയില്ല. അല്ല മേഡം ഒന്നും മിണ്ടിയില്ല എന്ന് ചോദിച്ചു. ചാരങ്ങാട്ട് മഹാദേവൻ ഏൽപ്പിക്കുന്ന ഈ ചെറിയൊരു ജോലി മേഡം നല്ല വെടിപ്പും വൃത്തിയായിട്ട് ചെയ്താൽ മേഡത്തിന് അതിന്റെ പ്രയോജനം ഉണ്ടാവുമെന്ന് കൂട്ടിക്കോ. അതെ ചെറിയ പ്രയോജനമൊന്നും ആയിരിക്കില്ല കേട്ടോ എന്ന് ഇവനിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാണ്. അതായത് മേഡം ഇടിയിൽ സംഭവിച്ചാൽ ഈ തോളത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, അത് ഇനിയും കൂടുമെന്ന് മഹാദേവൻ സാറ് ഇപ്പതേ അങ്ങ് പറഞ്ഞത് കേട്ടോ എന്ന് വക്കീല്. തീരുമാനം എന്താണെങ്കിലും മേഡം അത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. തീരുമാനം എന്താണെങ്കിലും പറഞ്ഞോ, വെട്ടി തുറന്നു പറഞ്ഞോ, അതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ഈ ഡീലിന് എനിക്ക് സമ്മതമാണ്. ഗൗരി എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും. പിന്നെ ഗൗരിയെ കണ്ടെത്തിയ ശേഷം അവളുടെ ഭാവി തീരുമാനിക്കുന്നത് ചാരങ്ങാട്ട് മഹാദേവനായിരിക്കും. എന്താ, അതുപോലെ മതി, അത് മാത്രം മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് എന്ന് ചോദിച്ചു. എന്നാ വാട വക്കീലെ എന്ന് പറഞ്ഞ് വക്കീലിനെയും കൂട്ടി ചാരങ്ങാട്ട് മഹാദേവൻ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. അപ്പൊ ധരണി മേഡത്തിനെയാണ് ഇവര് കൂട്ടി പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആള് ഇത്തിരി ഉടായ്പിന് ഉസ്തകമാണെന്നാ തോന്നുന്നത്. ചാരങ്ങാട്ട് മഹാദേവൻ, നിങ്ങൾക്കുള്ള കുരുക്ക് നിങ്ങൾ സ്വയം തന്നെ ഒരുക്കി വച്ചിരിക്കുക. ഇനി പന്ത് എന്റെ കോട്ടില, എന്റെ മാത്രം. ഇനി എന്താ നടക്കാൻ പോണെന്ന് നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ കാത്തിരുന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മഹാദേവൻ നേരെ വീട്ടിലേക്ക് എത്തി. രാധാമണിയെ, എടി രാധാമണി എന്ന് വിളിച്ചോ. എടി രാധാമണി തങ്കച്ചി, എന്താ എന്ന് ചോദിച്ചു. അപ്പൊ രാധാമണി അങ്ങോട്ടേക്ക് വന്നു. എന്താ മനുഷ്യ, എന്നെ വിളിച്ചിരുന്നോ? എടി ഇത്തിരി എന്തിനാ നിങ്ങൾ ഈ വിളിച്ചു പോന്ന് എന്ന് ചോദിച്ചു. ആഹാ, ചാരങ്ങാട്ട് മഹാദേവന്റെ ഭാര്യ രാധാമണി തങ്കച്ചി നീ തന്നെയല്ലേ? നിനക്ക് പേര് മാറിയിരുന്നോ എന്ന് ചോദിച്ചു. കൂന്തം മെഴുകിയ പോലെ നിൽക്കാതെ കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞു.
ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് രാധാമണി പോയി വെള്ളം എടുത്ത് മഹാദേവന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. മഹാദേവൻ അത് വാങ്ങി ആള് ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അതെ, ശരിക്കും എന്റെ കുട്ടിശങ്കന്റെ സന്തോഷമാ ഏറ്റവും വലുത്. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിങ്ങളുടെ തലയിൽ കേറിയില്ല അല്ലേ മനുഷ്യ എന്ന് ചോദിച്ചു. എടി പൊന്ന് രാധാമണി തങ്കച്ചി, നീ ഈ ചാരങ്ങാട്ട് മഹാദേവനെ ഉപദേശിക്കാൻ മാത്രം ഒന്നും വളർന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ പൊന്ന് മനുഷ്യ, ഇതിന്റെ ഒക്കെ പിന്നില് നമ്മുടെ ഗൗരിയാ കളിക്കുന്നത്. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ ആയിക്കോട്ടെന്നോ. നീ എന്താ ഇപ്പൊ സ്ഥാപിക്കാൻ കഷ്ടപ്പെടുന്നത്? തട്ടിപ്പോക്കൊണ്ട് പോലെ ഗൗരിയുടെ പ്ലാൻ ആണെന്ന് സ്ഥാപിച്ചാൽ നിനക്ക് സമാധാനമാവോ? അയ്യോ, ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതല്ല, ഇതൊക്കെ അവളുടെ നാടകമാണ്, അതാണ് സത്യം. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്ക. സത്യം അതാണ്, സമ്മതിച്ചു. പക്ഷെ ഞാൻ എതിർക്കുന്നുമില്ല, പ്രശ്നം തീർന്നില്ലേ? ഇതൊക്കെ അവളുടെ പണിയാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ആ 1 കോടി രൂപ കൊണ്ടുപോയി കളയുന്നത് എന്ന് ചോദിച്ചു. മഹാദേവൻ ഒന്ന് ചിരിച്ചിട്ട്, എടി വാഷ് ഔട്ട് രാധാമണി, 1 കോടി രൂപയുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ വലുതാ എനിക്ക് എന്റെ കുട്ടിശങ്കറിന്റെ ജീവിതം. അത് നിനക്കറിയോ എന്ന് ചോദിച്ചു. ഹാ, ആ കള്ള പ്രൊഫസറുടെ ആ പെരുങ്കള്ളി മോളുണ്ടല്ലോ, ആ ഗൗരി, അവളുടെ കൂടെ ജീവിച്ച് തീർക്കാനുള്ളതല്ല എന്റെ കുട്ടിശങ്കറിന്റെ ജീവിതം. അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ രാധേ? നിങ്ങൾ പറയുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലാവണില്ല. പണം കൊടുത്ത് നിങ്ങൾ ഗൗരിയെ രക്ഷിക്കും എന്നാണോ പറയണത്? അതോ എടി, കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങളെ മനസ്സിലാക്കാണ്ടിരിക്കുന്നതാ തൽക്കാലം നല്ലത് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? അതെങ്കിലും നിങ്ങൾ എന്നോടൊന്ന് പറയ എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാൻ പോണെന്നോ? ഞാനേ 1 കോടി രൂപയില്ലേ, ആ 1 കോടി രൂപ കൊണ്ട് എന്റെ കുട്ടി ശങ്കറിന്റെ ലൈഫ് ഉണ്ടല്ലോ, അവളുടെ ജീവിതം ഞാൻ അങ്ങ് രക്ഷിക്കാൻ പോവാ എന്ന് പറഞ്ഞ് മഹാദേവൻ അട്ടഹസിച്ച് ചിരിക്കാണ്. ഇതുകൊണ്ട് രാധാമണിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആള് ഭയങ്കര ഇതായിട്ട് നിൽക്കാണ്. എന്താ ഇയാൾ കാണിക്കുന്നതെന്ന് ആർക്കറിയാം എന്നുള്ള മട്ടില്ല. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പൊ ആദർശും ജോജു ഉണ്ട് കേട്ടോ. ജയിലില് ജോജു ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. എടാ ജോജോ, എന്ത് പറ്റി? നിനക്ക് എന്താ ഒരു ടെൻഷൻ ഉണ്ടല്ലോ? എന്തൊരു ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. അതങ്ങനെയല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്താ കാര്യം ജോജു? നീ കാര്യം എന്താന്ന് പറ. നമ്മുടെ സെല്ലിലുണ്ടായിരുന്ന ആ ടീംസില്ലേ, ആ പോലീസുകാര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവന്മാരെ വേറെ സെല്ലിലേക്ക് മാറ്റി. അതിനെന്താ? അവന്മാർ ഈ സെല്ലിൽ ഇല്ലാത്തല്ലേ നമുക്ക് നല്ലത്? ഇത് അങ്ങനെ അല്ലട്ടോ, എന്തോ ഒരു ഹെവി പ്ലാനിങ് നടക്കുന്നുണ്ട്. അല്ല എങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ അവരെ ഇവിടുന്ന് സെല്ല് മാറ്റേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ചോദിച്ചു. അതെന്താ ചോദിച്ചു നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം? എന്റെ സിമ്പിൾ ബുദ്ധിക്ക് ഞാനൊരു കാര്യം പറയട്ടെ അളിയൻസെ. ആദർശന് പണി തരാൻ വേണ്ടിയിട്ടാണ് ഈ സെല്ലില് അവന്മാരെ കൊണ്ടുവന്നിട്ടത്. അപ്പൊ പിന്നെ അറിയാലോ, ഇപ്പൊ അവന്മാരെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അതിനേക്കാൾ വലിയൊരു വമ്പൻ ഐറ്റത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവന്മാർ ഇവിടുന്ന് മാറ്റിയിരിക്കുക. അത് ഉറപ്പാ. അപ്പൊ ആദർശനം ഒരു പേടിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. ജോജു ഉണ്ടെങ്കിലും അതെന്താ നിനക്ക് അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയോ? പകല് നമ്മുടെ ടീംസിനോടൊക്കെ ഞാൻ സംസാരിച്ചതാ, പക്ഷെ അവരാരും ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഒരു കാര്യം അത് ഉറപ്പാട്ടോ, ലക്ഷണം കണ്ടിട്ട് ഇന്ന് നൈറ്റ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ജോജു കട്ടായം പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്താ സംഭവിക്കുക എന്നറിയില്ലല്ലോ എന്ന് ഓർത്തൊരു വെപ്രാളും പരവേശവും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് പോലീസുകാര് സെല്ലിലേക്ക് വരുന്നത്. എന്നിട്ട് ജോജുവിന്റെ അടുത്തേക്ക് വന്നു. എന്താ സാറേ, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ജയിലിന്റെ വാതില് തുറന്നു. എന്നിട്ടാണ് പറയുന്നത്, നീ വാടാ, നിന്നെ അപ്പുറത്തെ സെല്ലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു. എന്തിനാ സാറേ? നിനക്ക് വേറെ സെല്ല് അലോട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടെന്നേ, എനിക്ക് ഈ സെല്ല് തന്നെ മതി സാറേ. അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങടാ എന്ന് പറഞ്ഞു. സാറേ എന്താണ് നോക്കിയിരിക്കുന്നത്, ഇറങ്ങടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. എടാ, അയാൾക്ക് നാളെ കോടതി പോണ്ടല്ലേ, ഇന്ന് തനിച്ച് കിടക്കട്ടെ, വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ജോജുവിനെ വലിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ ആദർശിന് നല്ല ടെൻഷനുണ്ട്. ജോജുവിനെ കൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് ആദർശ് ഒറ്റയ്ക്കായി. നമ്മൾ കാണുന്നത് ഗംഗയും ഗൗരിയും ശങ്കറും തനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഗംഗെ, ധ്രുവൻ എന്തെങ്കിലും കാര്യം നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? പണം അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ
പണം അവന്റെ കയ്യിലെത്തുമെന്ന് അവന് ഉറപ്പുണ്ട്. അവന് അത് നല്ല വിശ്വാസമുണ്ട്. അവന്റെ ആ ഓവർ കോൺഫിഡൻസ് അവൻ എതിരായി പോണത് എന്ന് പറഞ്ഞു. അപ്പൊ യോഗിനി അമ്മയോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയണ്ടേ എന്താ പറയാ ശങ്കരേട്ട എന്ന് ചോദിച്ചു. അപ്പം വേഗം തന്നെ ഗൗരി പറയണം, അതെ യോഗിനി അമ്മയോട് അത് പറയുന്നത് തന്നെയാ നല്ലതെന്ന് ഗൗരിയും പറഞ്ഞു. പക്ഷേങ്കില് അത് വേണോ എന്ന് ഗംഗ ചോദിച്ചു. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യോഗിനി അമ്മ നിന്റെ സുരക്ഷയെ കരുതി ഇതിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ത് ചെയ്യും? അത് സമ്മതിച്ചില്ലെങ്കില് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ തനു പറയാണ്, അരുത് എന്ന ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ പിന്നെ എത്ര ശ്രമിച്ചാൽ പോലും അത് മാറ്റി പറയാൻ യോഗിനി അമ്മ തയ്യാറാവില്ല. പിന്നിപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ഈ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്ലാൻ വിശദമായിട്ട് യോഗിനി അമ്മയോട് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അത് ശരിയാണോ ശങ്കർ? നമ്മൾ യോഗിനി അമ്മയുടെ അനുഗ്രഹത്തോട് വേണ്ടേ മുന്നോട്ട് പോവാൻ? ഗൗരി, യോഗിനി അമ്മയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവുമോ? പിന്നെ ഗൗരി, നമ്മുടെ മനസ്സിലെ പ്ലാനും പദ്ധതിയും ഒക്കെ യോഗിനി അമ്മയെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും മനസ്സിലാവും. പിന്നെ ഗൗരി, ദേവമാമ പണം കൊടുക്കുന്നത് ധ്രുവന്റെ കയ്യിലാ. അവനോ അവന്റെ ഫ്രണ്ട്സോ ആയിരിക്കും അത് വന്ന് വാങ്ങുക. ധ്രുവന്റെ കയ്യിലുള്ള ആ ഒരു 1 CR നമ്മുടെ കയ്യിലെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആദർശിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മിഥുൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാൻ ചെയ്തതുപോലെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു ശങ്കരൻ. എങ്കിലേ അളിയൻസിനെ ഹെൽപ്പ് ചെയ്യാനും പറ്റൂ. കോടതിയിൽ പണം കെട്ടേണ്ടത് നാളെയല്ലേ? മിഥുൻ നമ്മുടെ കൂടെ നിൽക്കുവോ? അപ്പൊ ആളാകെ ടെൻഷനിലാണ്. ശങ്കരൻ എന്താ തോന്നണത്? ആ ഡോക്ടറുടെ കാര്യത്തില് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടട്ടോ ഗൗരി. ആ ചെങ്ങായി നമ്മുടെ കൂടെ കടക്കി നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു ശങ്കരൻ. മിഥുൻ നമ്മളെ സഹായിക്കും എന്ന് തന്നെയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധ്യത തീരെയില്ല കേട്ടോ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയില്ല, കൂടെ നിൽക്കാമെന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ പറഞ്ഞേനെ. മിഥുനെ നമ്മൾ തൽക്കാലം പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശങ്കറിന്റെ ഫോണിലേക്ക് കോള് വരികയാണ് മിഥുന്റെ. അയ്യോ, നമ്മുടെ ഡോക്ടർ ചുള്ളനാണല്ലോ വിളിക്കണത് എന്ന് പറഞ്ഞു. വേഗം കോൾ എടുത്തു. ഹലോ ശങ്കർ, ഞങ്ങള് പറഞ്ഞ കാര്യം ഞാനൊന്ന് ആലോചിച്ചോ, എന്നിട്ട് ഡോക്ടറുടെ തീരുമാനം എന്താ എന്ന് ചോദിച്ചു. അപ്പൊ സ്പീക്കറിൽ ഇട്ടോ ശങ്കർ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ലൈഫിൽ എന്തെങ്കിലും റിസ്ക് എടുക്കുക എന്നത് എനിക്ക് വലിയ ടെൻഷനുള്ള കാര്യമാണ്. അതോടെ എന്റെ സമാധാനം പോയി കിട്ടും. അതാണ് എന്റെ ഒരു ശീലം. പക്ഷേങ്കില് എന്റെ ആ സ്വഭാവം മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് എന്ന് വെച്ചാൽ ഡോക്ടർ എന്താ പറയണത് തെളിച്ചു പറ. റിസ്ക് എടുക്കാൻ ഞാൻ വില്ലിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി ശങ്കറിനും ഗൗരിക്കും ഗംഗയ്ക്കും എല്ലാം. അപ്പൊ ഡോക്ടർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണോ പറയണത്? അതെ ശങ്കർ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറയണോ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡോക്ടർ നിങ്ങൾ പൊടിച്ചുട്ടോ, പ്രൊഫസർക്ക് പറ്റിയ മരുമോൻ തന്നെയാട്ടോ നിങ്ങൾ എന്ന് പറഞ്ഞു. എന്താ എപ്പാ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ. എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. അപ്പൊ ശങ്കറിന് ഭയങ്കര സന്തോഷം. ഗൗരിയും ഗംഗയും എല്ലാം ഹാപ്പിയായി. ഇനി ഇപ്പൊ കളി നമ്മുടെ കോട്ടിൽ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെ ജയിലില് എന്താ പറയാ വിസിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്നു. അപ്പൊ ആദർശ് ഇങ്ങനെ നോക്കുകയാണ്, ആരെ കാണുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ ഹരണി മേഡം അങ്ങോട്ടേക്ക് വരണത്. ഹരണി മേഡത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ആള് വന്നു ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചോണ്ടാ വരുന്നത് കേട്ടോ. മൊത്തത്തിലൊരു നിഗൂഢതയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല സിൻസിയർ ഓഫീസറാണോ അതോ എന്താ പറയാ നിഗൂഢതകൾ നിറഞ്ഞ വളരെ കറപ്ഷൻ ഇല്ലാത്തൊരു ഓഫീസറാണോ കറപ്ഷൻ ഉള്ള ഓഫീസറാണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ മേഡത്തിന്റെ പെർഫോമൻസ് കേട്ടോ. അപ്പൊ ആള് വന്നിട്ട്, അതെ ഈ സമയത്ത് താൻ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നാളെ എന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതല്ലേ മേഡം? ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ജയിലിൽ പ്രതികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു. ആ സംഘർഷത്തിനിടയിൽ ഒരാൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട് ആദർശ്? അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ രാത്രിയിൽ നടന്നാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് ചിരിച്ചിട്ട്, ഞാൻ ഇല്ലാതാവുന്നത് കൊണ്ട് ഈ കേസ് ഇല്ലാതാവില്ല മേഡം. സംഭവിച്ചാലും ഈ കേസിലെ സത്യം എന്താണെന്ന് പുറം ലോകം അറിയും. സത്യം പുറം ലോകത്തെ അറിയിക്കണമെന്ന് നിനക്കിത്ര നിർബന്ധം എന്താ എന്ന് ചോദിച്ചു. അതെ, ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ, ഇനി സ്വന്തം കാര്യം നീ നോക്ക്, എന്നിട്ട് സെറ്റിലാകാൻ നോക്ക് എന്ന് പറഞ്ഞു. അവസാനത്തെ ഒരു ബാർഗെയിനിങ്. മേഡം അതിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ആദർശേ, കുറച്ച് പ്രാക്ടിക്കലായിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ കോടതിക്ക് മുന്നിൽ കുറ്റം സമ്മതിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ലൈഫ് തന്നെ നീ മാറ്റും.
നിന്റെ ആയുസില് നീ കഷ്ടപ്പെട്ടാൽ നിനക്ക് സമ്പാദിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു എമൗണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് വരും. അത് മാത്രമല്ല, 1 വർഷത്തിന് മുകളിൽ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല. പിന്നെ നിനക്ക് അതിനുള്ളിൽ കേസ് അവസാനിക്കും, നീ പുറത്തു വരും. അതിന് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ആദർശ, പിന്നെ നിനക്ക് നിന്റെ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞൂടെ എന്ന് ചോദിച്ചു. മേഡം, ഞാൻ അത്രയ്ക്കൊന്നും പ്രാക്ടിക്കൽ അല്ല മേഡം എന്ന് പറഞ്ഞു. അതെന്താണെന്നറിയോ മേഡത്തിന്? അരമണി കൂട്ടി വെക്കുന്നത് പോലെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ അവരുടെ ഒരായുസിന്റെ മുഴുവൻ കഷ്ടപ്പാട് കൊണ്ട് സ്വരുക്കൂട്ടിയ പണമാ മേഡം ഒരു സാധാരണക്കാരന്റെ ബാങ്ക് എന്ന് പറയുന്നത് അവന്മാർ കവർന്നെടുത്തത്. ആ പണത്തിന്റെ പങ്ക് പറ്റി പ്രാക്ടിക്കൽ ആവാനും ജീവിതം സേഫ് ആക്കാനും എനിക്ക് സൗകര്യപ്പെടില്ല മേഡം എന്ന് പറഞ്ഞു ആദർശ്. ഓ, ചെയ്യാത്ത തെറ്റിന്റെ പേര് എന്നെ സമ്മതിപ്പിക്കാൻ മേഡം വെറുതെ മെനക്കെട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഈ സ്കാമിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല 8ന്റെ പണി കിട്ടുമെന്ന് മേഡത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു അവരോട് ചെന്നങ്ങ് പറഞ്ഞുതരും മേഡം. ഇന്നത്തെ രാത്രി മുഴുവൻ മനസ്സിരുത്തി നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എനിക്കൊന്നും ആലോചിക്കാനില്ല മേഡം. നീ കുറ്റം ഏറ്റെടുത്താൽ നിനക്ക് കിട്ടുന്ന ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇനി ഞാൻ ഒരൊറ്റ കാര്യം കൂടി നിന്നോട് പറയാം. നാളെ നിനക്ക് ജാമ്യം കിട്ടുവാണെങ്കിൽ നാളെ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും കഷ്ടകാലം ആ സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അത് നീ മറക്കാതിരുന്നാൽ കൊള്ളാം. നീ നന്നായി ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത. നിന്റെ ഫാമിലിയുടെ സുരക്ഷ നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഈ മേഡം അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പക്ഷേങ്കിൽ ആദർശ് അതിനൊന്നും വഴങ്ങിയില്ല. പിന്നെ ആദർശ് അതിങ്ങനെ ആലോചിച്ച് കുറെ നേരം എന്ന് മാത്രം. പിന്നെ കാണുന്നത് ശ്യാം സാറിന്റെ വീട്ടിലാണ്. അപ്പൊ വേണിയും നന്ദിനിയമ്മയും ശ്യാം സാറോടെ കോടതിയിലേക്ക് പോവാൻ റെഡിയായി. ആരതിയും മുത്തശ്ശിയും വീട്ടിലാണ് കേട്ടോ. ആരതി, കൈ ശ്രദ്ധിച്ചോണം, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, നീ മുത്തശ്ശിക്ക് ഇൻസുലിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുത്തശ്ശിയുടെ മുഖം ആകെ വല്ലാണ്ടിരിക്കുക. എന്താ നന്ദിനിയമ്മേ മുത്തശ്ശിയുടെ മുഖം വല്ലാണ്ടിരിക്കണത്? ഒന്നുമില്ല മോളെ, നിങ്ങൾ പോയിട്ട് വാ. വേണു ചേച്ചി, കാശിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിച്ചു ആരതി. ഓ, അപ്പൊ അതോർത്തിട്ടാണ് മുത്തശ്ശി ടെൻഷൻ അടിക്കുന്നത്. എന്റെ പൊന്നു മുത്തശ്ശി, ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ വേണി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വാക്കാട്ടോ. കോടതിയിൽ കെട്ടിവെക്കാനുള്ള പണം കൊടുത്ത് ആദർശന്റെ കൊണ്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. ധൈര്യമായിട്ട് വേണി, നീ എന്ത് കണ്ടിട്ടായി ഉറപ്പ് പറയണത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. എന്തേ നന്ദിനിയമ്മേ? നന്ദിനിയമ്മ ധൈര്യമായിട്ട് വാ. ദേ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. നടന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു കേട്ടോ. വേണി, ദേ വേണ്ടട്ടോ, വേണ്ടാത്ത വർത്തമാനമൊന്നും നീ പറയണ്ട കേട്ടോ, ഇനി ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ നന്ദിനിയമ്മ. ശരി, നിങ്ങൾ പോയിട്ട് വാ. നമ്മളെ എല്ലാവരെയും അങ്ങനെ ശ്രീകണ്ഠേശ്വരൻ കൈവിട്ട് കളയില്ല മോളെ, ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഇവർ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി കേട്ടോ. അപ്പോൾ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും കാർ സ്റ്റാർട്ട് ആവണില്ല. എന്റെ ഈശ്വര, ഇതിൽ ഒരു പ്രശ്നമില്ലാതിരുന്ന കാറാണല്ലോ, ഇതെന്ത് പറ്റി സ്റ്റാർട്ട് ആവാത്തത് എന്ന് വിചാരിച്ച് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.